ചെയ്യുന്നു. ഭോപ്പാലിൽ മലയാളി നഴ്സ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു എന്ന വാർത്തയാണ് ശ്രീനാഥ് ചന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നത്. എറണാകുളത്ത് TM മായയാണ് മരിച്ചത്. സുഹൃത്ത് ദീപക് ഇപ്പോൾ പോലീസ് ഭോപ്പാൽ പോലീസാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇയാളുടെ വീട്ടിൽ വെച്ചാണ് മരണം നടന്നതെന്നാണ് അറിയുന്നത്. നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീനാഥ് ചന്ദ്രൻ. ശ്രീനാഥ്, പറയൂ. വ്യാഴാഴ്ച രാവിലെ 4 മണിയോടെയാണ്, പുലർച്ചെ 4 മണിയോടെയാണ് മരിച്ച നിലയിൽ മായ TM എന്ന മലയാളി നഴ്സിനെ ഭോപ്പാലിലെ അപ്പോളോ സേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ആ സമയം ഒപ്പം ഉണ്ടായിരുന്നത് സുഹൃത്തായ ദീപക് എന്നയാളാണ്. ഇയാൾ ഒരു ഉത്തർപ്രദേശ് സ്വദേശിയാണ്. വർഷങ്ങളായി മായയെ അറിയാമെന്നതാണ് മനസ്സിലാക്കുന്നത്. ഇയാളാണ് മായയെ ഈ നിലയിൽ ആശുപത്രിയിലേക്ക് എത്തിച്ച സമയത്ത് ഇത് തന്റെ ഭാര്യയാണ് എന്നതാണ് ആശുപത്രിയിൽ പറഞ്ഞത്. പക്ഷേ മൃതദേഹത്തിൽ കഴുത്തിൽ മൽപ്പിടുത്തം നടന്നതിന്റെ പാടുകൾ കാണുന്നുണ്ടായിരുന്നു, ആഴത്തിലുള്ള പാടുകൾ കാണുന്നുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഡോക്ടർമാർക്കും നഴ്സുമാർക്കും സംശയം തോന്നിയതിനെ തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു. പിന്നീട് പോലീസ് എത്തി അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും ദീപകിനെ കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു. ബുധനാഴ്ച ഉച്ചയോടെ ദീപക് മായയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. മായയും 11 വയസ്സുള്ള മകനുമാണ് വീട്ടിലുള്ളത്. അതിനുശേഷം 3 മണിയോടെ ദീപക് അവിടെ നിന്ന് മടങ്ങി. പക്ഷെ പിന്നാലെ മായ ദീപകിന് പിന്നാലെ തന്നെ ദീപകിന്റെ വസതിയിലേക്ക് പോവുകയായിരുന്നു. മകനോട് പെട്ടെന്ന് മടങ്ങി വരാം എന്നതാണ് മായ പറഞ്ഞിരുന്നത്. പക്ഷെ 9 മണിയായിട്ടും മായയെ ഫോണിൽ വിളിച്ച് കിട്ടാതായതോടെ ബന്ധുക്കൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. തുടർന്നാണ് മൃതദേഹം ആശുപത്രിയിൽ എത്തിയ വിവരം ബന്ധുക്കൾക്ക് കിട്ടുന്നത്. മായയുടെ ഭർത്താവ് സൗന്ദര്യം കുറച്ച് മാസങ്ങളായി നാട്ടിലായിരുന്നു, ജോലി ആവശ്യത്തിനായി നാട്ടിലേക്ക് പോയി എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും അദ്ദേഹം തിരികെ ഭോപ്പാലിലേക്ക് ഈ വിവരം അറിഞ്ഞെത്തിയതിനു ശേഷം സംസ്കാരം അടക്കമുള്ള ചടങ്ങുകളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇടപെടുന്നുണ്ട്. ഇപ്പോൾ പോലീസ് DCPയുമായൊക്കെ തന്നെ അവർ സംസാരിക്കുകയും. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ദുരൂഹ സാഹചര്യത്തിലാണ് ഈ നഴ്സ് മരിച്ചിരിക്കുന്നത്. കൂടുതൽ അന്വേഷണം പോലീസ് നടത്തി കുറ്റവാളികളുണ്ടെങ്കിൽ കണ്ടുപിടിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്.